സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കിയത് ഗണേഷ് കുമാറാണെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുടുക്കുമെന്ന് ഗണേഷ് പറഞ്ഞിരുന്നുവെന്ന് സുധീർ മലയിൽ കൊട്ടാരക്കര കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. മന്ത്രിസ്ഥാനം തിരികെ നൽകാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കാൻ ഗണേഷ് തീരുമാനിച്ചിരുന്നുവെന്നും മൊഴിയിലുണ്ട്. 2011 മുതൽ 2013 വരെ മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന പത്തനാപുരം സ്വദേശി സുധീർ മലയിലാണ് ഗണേഷിനെതിരെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ പലവട്ടം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് സുധീറിന്റെ മൊഴി. സോളാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും ആ റിപ്പോർട്ടിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും UDF നേതാക്കന്മാരുടെയും പേരിൽ ലൈംഗിക ആരോപണ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം അന്ന് പറഞ്ഞത് യഥാവിധി പാലിച്ചിരിക്കുന്നു, ഇതൊരു വലിയൊരു ഗൂഢാലോചനയാണ്. സോളാർ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. മന്ത്രിവസതിയിലും ഓഫീസുകളിലും ഇവർ നിത്യസന്ദർശകരായിരുന്നുവെന്നും മുൻ സ്റ്റാഫ് അംഗം പറയുന്നു. ഗണേഷിന് മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തതാണ് ഗൂഢാലോചനയ്ക്ക് കാരണമെന്നും സുധീറിന്റെ മൊഴിയിൽ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ തിരികെ എടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ വൈരാഗ്യം പൂണ്ട്, അതിൽ ശത്രുത പൂണ്ട് ഉമ്മൻചാണ്ടിയെ ഞാൻ തകർക്കുമെന്നും UDF നേതാക്കന്മാർക്ക് ഞാൻ പാഠം പഠിപ്പിക്കുമെന്ന് എൻ്റെ മുഖതാവിൽ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇത് കേട്ടുനിന്നതല്ലാതെ തിരിച്ചൊരഭിപ്രായം പോലും പറയാതെ നിസ്സംഗത പാലിച്ചതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോളാർ കേസിലെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കാണിച്ച് അഭിഭാഷകനായ സുധീർ ജേക്കബ് നൽകിയ ഹർജിയിലാണ് ഗണേഷ് കുമാറിനെതിരായ മൊഴി. മീഡിയ 1 കൊല്ലം.